അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെക്കുറിച്ച് പറയാനാണ്. അങ്ങനെയല്ല, എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ പോലെ ഞാൻ കരുതുന്ന ഒരാളെ കാര്യം പറയാനാണ്. അപ്പോൾ അത്ര ഒന്നും ഇല്ലെങ്കിലും അതിൻ്റെ ഒരു സൈഡിലൂടെയൊക്കെ ഞാനും അനുഭവിച്ച് പോയിട്ടുണ്ട് കുറേ കാര്യങ്ങൾ. അപ്പോൾ അതാരാണ് എന്താണെന്നല്ല, വേറെ ആരല്ല, ഉമ്മയും മോനും നൗഫൽ ടിക്കേരി, എൻ്റെ ബ്രദർ. അങ്ങനെ തന്നെ ഞാൻ കാണുന്നു. അപ്പോൾ ഞാൻ അവരെക്കുറിച്ച് പറയാനാണ് വന്നത്. ഞാൻ അവരെക്കുറിച്ച് പറയാൻ വലിയ ആളൊന്നുമല്ല, എല്ലാവർക്കും അറിയാം. 8 ലക്ഷം സബ്സ്ക്രൈബേഴ്സുള്ള ഒരു വലിയ യൂട്യൂബറാണ്. പക്ഷേ അതൊക്കെ ഇപ്പോൾ ആയതാണ്. കഴിഞ്ഞ 4-4.5 വർഷങ്ങൾക്ക് മുമ്പ് പുള്ളിക്കാരെ ടിക്ടോക്ക് മുതൽ കാണുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ഫോണിൽ നിന്നല്ല, എൻ്റെ അളിയൻ്റെ ഫോണിൽ നിന്നൊക്കെ. അപ്പോൾ പിന്നെ എനിക്ക് ഫോൺ കിട്ടിയപ്പം പിന്നെ എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്ത് ഇന്നലെ വരെ കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ അവർ തെറ്റ് ചെയ്ത തെറ്റാണെന്ന് തന്നെ ഞാൻ പറയും. അത് അവരെന്നല്ല, ആരായാലും തെറ്റെന്ന. പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പം ഞാനായാലും നൗഫലായാലും ഒരുപാട് ഇല്ലായ്മയിൽ നിന്നാണ് അവർ വന്നിട്ടുള്ളത്. അവർ ആ ടിക്ടോക്കിൻ്റെ ആ സമയത്തൊക്കെ ഒരു നൈസ് പത്തിരി ഉമ്മ ചുടുമ്പോൾ നോക്കി നിന്നിട്ട് കുറേ റീൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് എന്നും എൻ്റെ മനസ്സിലുണ്ട്. അന്നേരം കുറ്റങ്ങളില്ലായിരുന്നു നൗഫലിന്. എന്താ പറയുക, ആ ഉമ്മയ്ക്ക് കുറ്റങ്ങളില്ലായിരുന്നു. ഇന്ന് കുറ്റങ്ങളേ ഉള്ളൂ. അതങ്ങനെയാണ്. ഇപ്പം ഞാനായാലും അങ്ങനെ തന്നെ. ഇപ്പം ഞാൻ എവിടെയും എത്തിയിട്ടില്ല. നാളെ ഒരു പക്ഷേ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറ്റങ്ങളേ ഉണ്ടാവും. എന്നെ ഇപ്പോഴും എന്നെ നല്ലത് പറയുന്ന ആളുകളെ എനിക്ക് ഉറപ്പുണ്ട്, അവരൊരിക്കലും എന്നെ മനസ്സിലാക്കാതെ പോകില്ല. അതെനിക്കറിയാം, അതെൻ്റെ ആത്മാവിൽ തൊട്ട് തന്നെ ഞാൻ പറയുന്നത്. പക്ഷെ ഉണ്ടല്ലോ, പെട്ടെന്നാണ് ചില ആളുകളുടെ മാറ്റം. എന്താ ഇത്ര അസൂയ നമ്മൾക്കൊക്കെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മനുഷ്യരായി പിറന്നാൽ അസൂയ ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്, വേറൊന്നുമില്ല. അപ്പോൾ വിചാരിച്ചു, ഇവിടെ എന്തിനപ്പോൾ ഇവനെക്കുറിച്ച് പറയുന്നത്, ഞങ്ങൾക്കറിയുന്നതല്ലേ. നിങ്ങൾക്കറിയാം, ഒരുപാട് ആളുകൾക്ക് അവരിഷ്ടമാണ്. എന്നാൽ അവരിപ്പോൾ വലിയ വീടായി, 2 മക്കളായി, മാഷാ അല്ലാഹ്. അപ്പം ഉണ്ടല്ലോ, അവനില്ലാത്ത കുറ്റങ്ങളില്ല. ഇതെന്തിൻ്റെ കാര്യം? ഇതുവരെ ആയിരുന്നു ചെറിയൊരു വീട്ടിലായപ്പോൾ കുറ്റങ്ങളില്ല. കല്യാണം കഴിച്ച് പിന്നെ കുറ്റങ്ങൾ, പിന്നെ അത് ചെയ്ത കുറ്റം, ഇത് ചെയ്ത കുറ്റം. ഇപ്പം കുറ്റം എന്താണെന്നറിയാം. ഇതുവരെ കുഞ്ഞിനെ കാണിക്കാത്തായിരുന്നു. മാഷാ അല്ലാഹ്, നല്ല മോന്. അവരൊപ്പയെ പോലെ തന്നെ. ഞങ്ങൾക്ക് ജാസി ജനിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇന്നും ഞങ്ങളൊപ്പനെ പോലെ തോന്നുന്നുണ്ട്. അതായത് ഉപ്പൻ്റെ ഫേസ് കട്ടാണ് എനിക്ക്. അപ്പോൾ ഉമ്മ പറയുന്ന പോലെ ഓൽക്കും ഓരൊപ്പ. അങ്ങനെയാണല്ലോ, നമുക്കൊരാൾ പോയി കഴിയുമ്പോൾ അതേ ഒരു ഫേസ് കട്ടിൽ നമ്മളെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ കട്ട് വരും. ഭയങ്കര സന്തോഷമാണ്. അത് നൗഫലിൻ്റെ മുഖത്ത് ഞാൻ കണ്ടു, ആ ഉമ്മാൻ്റെ മുഖത്ത് ഞാൻ കണ്ടു. ഭയങ്കര സന്തോഷം. ഞങ്ങൾക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഒരാളുടെ അനുഭവം മറ്റൊരാൾക്ക് വരുമ്പോഴുള്ളൂ അതിൻ്റെ വേദനയാണ് മനസ്സിലാക്കാൻ പറ്റുക. ബാക്കിയെല്ലാം കടങ്കഥകൾ മാത്രമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ ആ ഒരു കുഞ്ഞിനെ കാണിച്ചപ്പോൾ എന്താ പറയുക, അതിനിടയിൽ നോക്കുന്നൊന്ന് പറഞ്ഞു പോയി ഇടയ്ക്കിടയ്ക്ക്, എന്നെപ്പോലല്ല, എൻ്റെ മുൻ ഭാഗ്യവാനാണ്, വീടുണ്ട്, കാറുണ്ട്. അതൊരു അഹങ്കാരമല്ല, അത് കാണുന്നവർക്ക് തോന്നുന്ന അഹങ്കാരമാണെന്ന്. അതിപ്പോൾ മനുഷ്യരായി നാളെ ഞാനും പറയാമായിരിക്കും. അത് അഹങ്കാരം കൊണ്ട് പറയല്ല, ഉള്ളിലത്തെ ആനന്ദം കൊണ്ട് പറയണത്. ഒന്നും ഇല്ലായ്മയെന്ന് ഒന്നായി വരുമ്പോണ്ടല്ലോ, അത് നമ്മുടെ അധ്വാനത്തിൽ നിന്ന് ഒന്ന് മനസ്സിലാക്കണം. കല്ല് കടത്താൻ പോയിട്ടുണ്ട് വീട്ടിൽ, ഓരോമ്മ വീട്ടുപണിക്ക് പോയിട്ടുണ്ട്. അതൊന്നും കുറ്റങ്ങളില്ല. എത്ര കഷ്ടപ്പെട്ടിട്ടാണ്. ഞാനൊക്കെ ആ സമയത്ത് ഞാൻ വിചാരിക്കുകയാണ്, ഞാനിന്നല്ല നിങ്ങളെല്ലാവരും പോയി, ഓൾമോസ്റ്റ് ആൾക്കാരും നല്ല രീതിയിൽ നമ്മളെ ഉമ്മയൊക്കെ കൂടിയിട്ട് നല്ല ആനന്ദകരമായിട്ട് തന്നെ നമ്മൾ ഫീസുക അല്ലേ, നല്ല രീതിക്ക്. മാഷാ അല്ലാഹ്, ഉപ്പ ഉള്ളപ്പോൾ എൻ്റെ ലൈഫൊക്കെ അടിപൊളിയായിരുന്നു. അതിപ്പോൾ ഏത് ഉപ്പന്മാരുള്ളപ്പോഴും എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഉപ്പ കഴിഞ്ഞൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഉപ്പ ഉണ്ടായിട്ട് നൗഫൽ ചെയ്തിട്ടുള്ള നിങ്ങൾക്കറിയാലോ, ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ ആ നൗഫൽ എന്ന വ്യക്തി അത്രയും അധ്വാനത്തിൽ നിന്നാണ്. അത് യൂട്യൂബ് ചെയ്യാന്ന് പറഞ്ഞത് വലിയ ഈസിയുള്ള കാര്യമൊന്നുമല്ല. അത് ചെയ്യണമെങ്കിൽ അത് ചെയ്ത് നോക്കണം, അപ്പം മനസ്സിലാവും അതിൻ്റെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് മാത്രമല്ലല്ലോ, അല്ലാണ്ടേ അവർ ചെയ്യുന്നുണ്ടല്ലോ. അവർക്ക് ഷോപ്പുണ്ട്, അവർ സോങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അങ്ങനെ ഒത്തിരി ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, അവരുടെ ഏക വിജയത്തിന് പിന്നിലെ രഹസ്യം ഞാൻ പറയട്ടെ, അവനെ ഉമ്മാനെ നോക്കുന്നതാണ്. എൻ്റെ ഉമ്മക്കൊരു ഫ്രണ്ടുണ്ട്, ആളെ പറയുന്നൊന്നുമില്ല. 4 ആൺകുട്ടികളാണ്, നല്ല ഒരുമിച്ച് കൊണ്ട് ഉപ്പ മരിച്ചിട്ട് അത്രയും കഷ്ടപ്പെട്ട് നോക്കിയ ആ വ്യക്തിനെ ഇന്ന്
നോക്കുന്നില്ല. അതാണ് അവസ്ഥ. 4 മക്കൾ ആ ഉമ്മാനെ കൈയൊഴിഞ്ഞു. അപ്പോൾ നമ്മളെ നൗഫലിനെ വെച്ച് നോക്കുമ്പോൾ, അങ്ങനെ നൗഫലിൽ നല്ല കേട്ടോ, ഒത്തിരി ആൾക്കാരുണ്ട് നല്ല പോലെ ഉമ്മാനെയും ഉപ്പാനെയൊക്കെ നോക്കുന്നത്. ഞാനിപ്പോൾ നൗഫലിനെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ ഉള്ളൂ. അന്ന് ആ ഉമ്മ കഷ്ടപ്പെട്ടതിന് ഇന്ന് ആ ഉമ്മ കൊട്ടാരത്തിലാണ്. അതാണ് അവൻ ഇടയ്ക്കിടയ്ക്ക് കുടിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് പറഞ്ഞത്. ആരും കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ പറയട്ടെ, എൻ്റെ കാര്യം പറയുന്നതുകൊണ്ട് എനിക്കൊരു നാണക്കേടില്ല. ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ജനിച്ച് അന്ന് മുതൽ ഞാൻ പറഞ്ഞില്ല 6 മാസം കഴിഞ്ഞപ്പോൾ ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് വീട്. അന്ന് മുതൽ എൻ്റെ ഉമ്മാൻ്റെ ഉപ്പ കൊടുത്തിട്ടില്ല എന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അഫിയും ഉമ്മയും ഉപ്പയും വേറെ, ഞാൻ ഇവിടെ തറവാട്ടിലായിരുന്നു. അതൊരു ഓലക്കുടിലായിരുന്നു ഗൈസ്, സത്യം ഒരു ഓലക്കുടിയിലായിരുന്നു തറവാട് എന്ന് പറഞ്ഞത്. എന്ത് സന്തോഷത്തിൽ ഞാൻ ജീവിച്ചിട്ടുണ്ടറിയോ. എന്നിട്ട് ഈ 2 മാസത്തെ വെക്കേഷന് ഉപ്പ വിളിക്കാൻ വരുമ്പോൾ ഞാൻ പോകും ഞങ്ങളെ വീട്ടിലേക്ക്, അപ്പിൻ്റെ ഉമ്മാൻ്റെ ഉപ്പൻ്റെ അടുത്ത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് കൊട്ടാരാന്ന്. ഞാൻ പറയും ഹായ് ലൈറ്റ്, ഹായ് ഫാന്, ഇവിടെ ഒന്നുമില്ലല്ലോ. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അത് നൗഫൽ എന്തുകൊണ്ടാണത് പറഞ്ഞതെന്ന്. ആർക്കും ഉണ്ടാവും, അവന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അത് നാളെ എനിക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ആരും കുറ്റമല്ല, അത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. പിന്നെ അഹങ്കാരം. പിന്നെ ചിലർ പറയുന്നുണ്ട് ഇതാണോ ഈമാനി, ഇതാണോ ഇസ്ലാം. നമ്മളെ ഈമാനും ഇസ്ലാമും എന്താ പറയുക, ചിട്ടപ്പെടുത്തേണ്ടത് അത് പഠിച്ചവനാണ്. ഞാൻ എന്ത് ചെയ്താലും അത് പ്രതിഫലം തന്നെ റബ്ബാണ്. കൈ മറയ്ക്കുന്നുണ്ട്, തല മറയ്ക്കുന്നുണ്ട്, ഇതാണ്. അപ്പോൾ തന്നെ അവർ മറുപടി കൊടുത്തിട്ടുണ്ട് കേട്ടോ, നോക്കിയാൽ അറിയാം ആ കമൻറ്റ് ബോക്സിൽ. സത്യമാണ്, നന്നായിട്ടുണ്ടത്. കാരണം കുറേയൊക്കെ ക്ഷമിക്കാൻ പറ്റും. നൗഫലെന്ന് പറഞ്ഞ വ്യക്തി എനിക്ക് തോന്നുന്നു അവൻ പറഞ്ഞിട്ടുണ്ട് ഞാനിങ്ങനെ ബാഡ് കമൻറ്റ് നോക്കില്ല, ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. സിനു എന്ന് പറഞ്ഞ വ്യക്തി എനിക്ക് തോന്നുന്നു എന്നെ പോലെ അങ്ങനെ കുറച്ച് ഇടങ്ങേറാകുന്നുണ്ട്. കാരണം ഇടങ്ങേറല്ല, നമ്മുടെ ഫാമിലി ഇത് കാണുമ്പോൾ ഭയങ്കര പ്രശ്നമാണത്. അതുകൊണ്ടാണ് ഇതിന് കുറേ കാലമായിട്ട് ഇതിൽ ആണല്ലോ. അപ്പോൾ ഇതിലേക്ക് ഇട്ട് അതിലെ വിടുക, അതായിരിക്കും. പക്ഷെ ഒരു കാര്യമില്ല, നമ്മൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് നിൽക്കുമ്പോൾ ഇവരെങ്ങനെ ജീവിക്കുന്നതെന്ന് ആരും ശ്രദ്ധിക്കില്ല. എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാ മനുഷ്യരായി പറഞ്ഞു വെക്കും. അപ്പോൾ ഒരു കുറ്റങ്ങളുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ മരിച്ചു കഴിഞ്ഞാൽ പറയും വേണ്ട, എന്തായിരുന്നു ഞങ്ങളോടൊന്ന് ചോദിക്കാമായിരുന്നു, ഇവർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര സംസാരമായിരിക്കും. എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ ഇതൊന്നും ചോദിക്കില്ല. അങ്ങനെയുള്ളവരും ഉണ്ട്. ഇതാണ് സമൂഹം. പക്ഷെ ഞാനിപ്പോൾ ഇവരെ കാര്യം പറയുന്നത് എന്താ വെച്ചാൽ, എന്നെയായിട്ട് ഒരുപാട് മാച്ച് ഉണ്ട്. കാരണം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇവരെ ഇത്. ആ സന്തോഷത്തിൽ നിന്ന് വരികയാണ്. കാറുണ്ട്, ബംഗ്ലാവുണ്ട്, അതൊരു സന്തോഷം, അഹങ്കാരമല്ല. എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഇങ്ങനെ എനിക്ക് തോന്നിയിരുന്നു. ഇവൻ ഇനിയിപ്പോൾ യൂട്യൂബിലുള്ള ആ ഒരു ഇതന്നെയാണോ എന്താ പറയുക റിയൽ ലൈഫിലെന്ന് അതറിയാനും വേണ്ടിയിട്ടാണ് എൻ്റെ ഈ സെക്കൻഡ് ചാനലിൽ ഞാൻ ഫസ്റ്റ് തന്നെ എൻ്റെ വീഡിയോ വേണമെങ്കിൽ എനിക്ക് നോക്കാം. ഞാൻ മനസ്സറിഞ്ഞ് തന്നെ പറയുന്നത്, കള്ളയല്ല ഞാൻ പറയുന്നത്. ഞാൻ ഇൻസ്റ്റാഗ്രാമിലൂടെ ഓരോ വിളിച്ചു, അപ്പം തന്നെ എനിക്ക് മറുപടിയും തന്നു, വേണ്ട മറുപടി എനിക്ക് തന്നു. അതാണ് നൗഫല്. കാരണം ആര് കുറ്റമല്ലത്. ശരിക്കും നമ്മൾ അറിഞ്ഞിട്ട് വേണം ഒരാളെ പറയാൻ. എന്നെ ആയാലും നിങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ വിലയിരുത്തരുത്. എന്നെയായിട്ട് സംസാരിക്കുക, എന്നെയായിട്ടൊരു കുറച്ച് നേരമെങ്കിലും സംസാരിച്ചിട്ട് വേണം ഇവൾ ഇങ്ങനെയാണ് അങ്ങനെയാണ് പറയാൻ. അപ്പോൾ ആരും ഇങ്ങനെ കണ്ട് യൂട്യൂബിൽ കണ്ടിട്ട് വിലയിരുത്തരുത്. ഞാനിപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ കൂടുതൽ യൂട്യൂബിൽ അറിയുന്നതിൻ്റെ റംലത്ത. ഞാൻ റംലത്തായും കോൺടാക്റ്റ് ഉണ്ട്. കഴിഞ്ഞ ചാനലിലെ പരിചയപ്പെട്ട വ്യക്തിയാണ്. പിന്നെ ഇപ്പോൾ ഈ സെക്കൻഡ് ചാനലിൽ നമ്മൾ നിഷത്ത നമ്പറും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഒരുപാട് എന്നെ മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ ബീംത്താൻ്റെ എന്താ പറയുക സബ്സ്ക്രൈബേഴ്സാണ് ഒത്തിരി ആൾക്കാർ അവിടെ നിന്ന് വന്നിട്ടുണ്ട്. പിന്നെ ബീംത്ത എടുത്ത് പറയണം, കാരണം ഞാനൊന്നും അറിയാതെ തന്നെ ഒരുപാട് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് നമ്മുടെ ബീം ഫാമിലി. അപ്പോൾ അതൊക്കെ ഉണ്ടല്ലോ വല്ലാത്തൊരു ആത്മബന്ധമാണ്. അങ്ങനെയുള്ള തന്നെ ഒരു ബന്ധമായിട്ട് തന്നെ എനിക്ക് നൗഫലിനെ തോന്നിയിട്ടുള്ളത്. കാരണം പാവം തോന്നുക. കാരണം എന്തിനെങ്ങനെ കുത്തുവാക്ക് പറയുന്നത്, നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, നമ്മളൊന്നും ചെയ്ത് കൊടുക്കണ്ട, കമൻസ് ഇടണ്ട, കണ്ടുപോയ പോലെ. നീ കാണാനും ഇഷ്ടമില്ലെങ്കിൽ കാണണ്ട, ഓൻ പറയുന്നുണ്ട്. അതാണ് അത്ര വിഷമമായിട്ടായിരിക്കും അവരങ്ങനെ പറയുന്നത്. പിന്നെ ഓൻ്റെ ഏറ്റവും വലിയ വേറൊരു ഹൈലൈറ്റ് എന്താണെന്നറിയോ, എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയത്, നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, ഈ എൻ്റെതും നിങ്ങളതൊക്കെ. അത് സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുന്നു പറയുന്നത് നല്ല കാര്യമല്ല. അവരെ ഒരു സിസ്റ്റർ, മൂത്ത സിസ്റ്റർ അങ്ങനെ പറഞ്ഞു പോയി. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് വലിയ തെറ്റ് തന്നെയാണ് പറഞ്ഞു പോയത്, പറഞ്ഞ് തിരിച്ചെടുക്കാൻ പറ്റില്ല. എന്നാലും നമ്മളതിൽ കയറി ഇടപെടരുത്. അപ്പോഴത്തേക്ക് അങ്ങോട്ട് തുടങ്ങി അവനങ്ങനെയാണ്, അവളിങ്ങനെയാണ്, അവന് നൗഫലിനെ വെളുപ്പിച്ച് അവളെ ഇതാക്കി.
അപ്പോൾ നൗഫൽ പറഞ്ഞു, അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് എന്നെ ഇതാക്കി പറയരുത് അവളെ ചാനലിൽ പോയിട്ട്. അത് എത്ര നല്ലൊരു വ്യക്തിയായിട്ടാണ് ആദ്യം നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കണം. ഇന്ന് സഹോദരങ്ങളും പെങ്ങന്മാരെന്നൊക്കെ പറഞ്ഞത് പണ്ടത്തെ പോലെയല്ല. വളരെ വളരെ അപൂർവ ആളുകളേ ഉള്ളൂ അത്രയും സ്നേഹബന്ധത്തിൽ നിൽക്കുന്നത്. ബാക്കി എല്ലാവരും കഴിഞ്ഞു. അപ്പോൾ അങ്ങനത്തോടത്ത് നൗഫൽ അവൾക്ക് ചാനലുണ്ടാക്കി കൊടുത്ത്, 2 പെങ്ങന്മാർക്കും ചാനലൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ആരോടും ഒരു അസൂയയില്ല. ഞാനിപ്പോൾ ആരെയാണോ എന്നോടും പറഞ്ഞു ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും. അപ്പോൾ എന്താ അറിയോ, മറ്റുള്ളവർ രക്ഷപ്പെടട്ടെ, ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്, അപ്പോൾ ഇന്നെപ്പോലെ തന്നെ മറ്റുള്ളവരും രക്ഷപ്പെടട്ടെ. അതാണ്, കളറിലല്ല. നമ്മളെ നൗഫൽ എല്ലാവർക്കും അറിയാലോ കുറച്ച് കളർ കുറവാണ്. ഞാൻ കളർ പറഞ്ഞ അക്രിതിക്കല്ല കേട്ടോ പഠിച്ചോനെ. നൗഫലിൻ്റെ മനസ്സ് വെളുത്ത മനസ്സാണ്, നല്ല അടിപൊളി മനസ്സാണ്. ഒരാൾ നന്നാവണ്ടെന്ന് വിചാരിക്കാത്ത നല്ലൊരു മനസ്സിൻ്റെ ഉത്തമമാണത്. ഒന്നാമത് ഉമ്മാനെ കൈവിടുന്നില്ല, ഉമ്മാനെ പൊന്നുപോലെ നിൽക്കുന്നു. പരിശുദ്ധ കഅബ ശരീഫ് കാണാൻ എന്താ പറയുക, ആ ഉമ്മനെ കൊണ്ട് പോയി ചെയ്യിക്കാൻ ചെയ്തു കൊടുത്തൊരു മോനാണത്. നമുക്കൊന്നും ഉണ്ടായിട്ട് അത് ചെയ്യാൻ പറ്റണമെന്നില്ല, അതൊക്കെ പഠിച്ചോ വിചാരിച്ചില്ലേ നടക്കുള്ളൂ. അതിനും അനുഗ്രഹം കിട്ടി, അതും ഈ നൗഫൽ കാരണം. ആ ഉമ്മ ഒരുപാട് സന്തോഷിച്ചു. പിന്നെ ഇതിൽ പരം നമ്മളൊക്കെ ബാഡ് കമൻ്റ് ഇട്ടിട്ട് എന്ത് കിട്ടാനാ, ഒന്നും കിട്ടാനില്ല. പക്ഷെ ഈ ഒരു ഫാമിലി ഇഷ്യൂ ഉണ്ടല്ലോ, അവരെ സിസ്റ്റർ അങ്ങനെ പറഞ്ഞ ആ ഒരു രീതിയിൽ അവിടെ പോയി അത് സോൾവ് ആക്കി. എനിക്ക് ഭയങ്കര റെസ്പെക്റ്റാണ് തോന്നിയത്. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ അതൊക്കെ കണ്ട് പഠിക്കണം. നമ്മളെന്തെങ്കിലും ഒന്ന് കേട്ടാൽ അത് അവിടെ പറഞ്ഞ് ഇവിടെ പറഞ്ഞ് അതൊരു വലിയ ഇഷ്യൂ ആക്കി സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും ഓർക്കണം, നമ്മൾ നന്നാവും. സോഷ്യൽ മീഡിയയിലെ ആളുകൾ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലുണ്ടാവും, അത് മായില്ല. അതാണ് ഇങ്ങനെ പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. ചിലരൊക്കെ അങ്ങനെ പറയുന്നവരുണ്ട്. ഒരിക്കലും ഇത് പറയാൻ പാടില്ല, പ്രത്യേകിച്ച് പെറ്റുമ്മാനെയും കൂടപ്പുറപ്പിനെയും നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. പിന്നെ ബാക്കിയുള്ളവരൊക്കെ പറയുന്നത് അവർ ആ ഒരു നിമിഷത്തെ ഇതായിരിക്കും, ഞാൻ പറയാൻ ആളല്ല. അപ്പോൾ എനിക്ക് അതിൽ നിന്നേ എനിക്കൊരു നല്ല എന്താ പറയുക, നല്ലൊരു കണ്ട് പഠിക്കണം. ഞാൻ ഒരുപാട് പഠിക്കുന്നുണ്ട് ആ വ്യക്തിയിൽ നിന്ന്. ഇങ്ങനെ വേണം അങ്ങനെ വേണം. കാരണം ഒന്നും എന്താ പറയുക, അവിടെ ഇവിടെ സ്പ്രെഡ് ചെയ്യാണ്ട് ഒരു കുടുംബം അടിപൊളിയായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ വിചാരിക്കുമ്പോൾ വേറെ ആർക്കും എല്ലാവരും ഉണ്ട് കേട്ടോ. എനിക്കറിയുന്ന ആ ഒരു രീതിയിൽ പറഞ്ഞേ ഉള്ളൂ. ഒരു ഇതുമില്ല, ഒരു അഹങ്കാരം ഇല്ലാത്തൊരു നല്ല യൂട്യൂബർ തന്നെയാണത്. അപ്പോൾ എന്താ പറയുക, 100% ഞാൻ ഗ്യാരണ്ടി, എനിക്കറിയാം. കാരണം ഏത് സമയത്ത് വിളിച്ചാലും എന്തിനും ഒരു നോ പറയാത്തൊരു വ്യക്തി. ഇൻഷാ അല്ലാഹ് ഞാനിപ്പോഴും പറയുന്നു, ഞാനൊരു ദിവസം എൻ്റെ വീട്ടിലേക്ക് നൗഫൽ ടിക്കറ്റിനെ ക്ഷണിക്കുന്നുണ്ട്. എൻ്റെ വലിയൊരാഗ്രഹമാണത്. എനിക്കൊന്ന് നേരിൽ കാണാനും എന്തെല്ലാം അങ്ങോട്ട് ചെന്ന് കാണാൻ എനിക്ക് പറ്റിയല്ലോ. ഞാൻ വിളിക്കും, അന്നേരം ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ എൻ്റെ ചാനലിൽ ഞാനിത് എനിക്ക് അത്രയ്ക്കും ഇഷ്ടമുള്ളൊരു യൂട്യൂബർ ആയിട്ട് പേര് എൻ്റെ സ്വന്തം ബ്രദറായിട്ട് തന്നെ ഞാൻ കാണുന്നത്. അപ്പോൾ എന്താ പറയുക, ആ കുഞ്ഞുവാവനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ആ കറക്റ്റ് ഒരപ്പനെ പോലെ തന്നെ അല്ലേ. അപ്പം എനിക്ക് ആ മെസ്സേജും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ആരും ഒന്നും തികഞ്ഞവരല്ല, എല്ലാവർക്കും ഓരോ ന്യൂനതകളുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, കണ്ടാൽ തന്നെ അറിയാലോ. എന്നാൽ കാണാത്ത ആളുകൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ ആരും തികഞ്ഞവരല്ല. നമ്മൾ അഹങ്കാരം കൊണ്ട് പറയില്ല, നമ്മളൊന്നില്ലായ്മയിൽ നിന്ന് എന്തെങ്കിലും എത്തുമ്പോൾ ആ ഒരു സന്തോഷം കൊണ്ട് പറയുന്നതാണ്. പിന്നെ അതിൽ തന്നെ പറയുന്നുണ്ട്, തന്ന റബ്ബിനറിയാൻ നിമിഷം. ശരിയാ, എല്ലാം തന്ന റബ്ബിനറിയാൻ സെക്കൻഡ് പോലും വേണ്ട തിരിച്ചെടുക്കാൻ. എന്നാൽ ഒന്നും ഇല്ലായ്മയിൽ നിന്ന് റബ്ബ് തരാനോ സെക്കൻഡ് പോലും വേണ്ട, അതും നമ്മൾ ഓർക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞേ ഉള്ളൂ, ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എൻ്റെ മനസ്സിൽ എനിക്ക് അവരോടുള്ള ഇഷ്ടം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു. എന്താ, നല്ലൊരു വ്യക്തി തന്നെയാണ്. കുടുംബമാണ് നൗഫലിൽ ഏറ്റവും വലുത്, പൈസ അല്ല, അത് ഉറപ്പാണ്. അപ്പോൾ എന്താ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ അസ്സലാമു അലൈക്കും.